പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അനുഗ്രഹപ്രദമായ ദിവസം ആശംസിക്കുക. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന മക്കൾക്കൊക്കെ ഈശോ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്. ദൈവം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ തമ്പുരാന് സാക്ഷിയാകണം. അതുമായി ബന്ധപ്പെട്ട ഒരു വചനം ധ്യാനിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-16 വാക്യ അതിപ്രകാരമാണ് പറയുന്നത്: ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ച് ചീന്തുന്ന ചെന്നായ്ക്കളാണ്. വചനം പറയാണ്, ആടുകളെ വേഷത്തിൽ, കുഞ്ഞാടുകളെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാർ അവർ ചെന്നായ്ക്കളാണെന്ന് പറയുന്നത്. പുറത്ത് നോക്കുമ്പോൾ കുഞ്ഞാടുകളെ പോലെ, പക്ഷെ കടിച്ചു ചീറുന്ന ചെന്നായ്ക്കൾ. എന്നിട്ട് കർത്താവ് പറയാണ്, ഫലങ്ങളിൽ നിന്നും അവരെ മനസ്സിലാക്കാം. അപ്പോൾ ഫലം എങ്ങനെയാണ്? മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ഇവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്തെന്ന് എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കും. കുറച്ചൊക്കെ എനിക്ക് ബാഹ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥമായിട്ട് ഞാൻ എന്താണെന്ന്, ഞാൻ ആരാണെന്ന്, എൻ്റെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പരിധിവരെ നമുക്ക് നമ്മെ തന്നെ വഞ്ചിക്കാൻ പറ്റില്ല. കുറച്ച് നാളൊക്കെ നമുക്കിങ്ങനെ പറ്റുമെന്ന് വചനം പറയുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് അത്തിപ്പഴത്തിൻ്റെയും, അതുകൊണ്ടാണ് പറയുന്നത് മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാൻ പറ്റില്ല. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒന്നുണ്ട്, നമ്മുടെ വാക്കും പ്രവൃത്തികളും എല്ലാം നാം ആരെന്ന് വെളിപ്പെടുത്തും. നല്ല വൃക്ഷം നല്ല ഫലം തരും, ചീത്ത വൃക്ഷം ചീത്ത ഫലവും. ചെന്നാക്കൾക്ക് ഒരിക്കലും കുഞ്ഞാടിനെ പോലെ ആകാൻ പറ്റത്തില്ല. കുഞ്ഞാടാണെന്ന് ചിന്തിച്ച് നടന്നാലും കുറച്ച് കഴിയുമ്പോൾ തനി സ്വഭാവം പുറത്തു വരും. ഒപ്പം പ്രിയമുള്ളവരെ, നമ്മളാരും വിധിക്കരുതേ. അവൻ കുഞ്ഞാടാണ്, അവൾ ചെന്നായ പോലെയാണ് പറയരുത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നടപടി പുസ്തകം അപ്പോസ്തല പ്രവർത്തനം 17:11 പറയുന്ന പോലെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരെയും വിധിക്കുന്നതും പറയരുത്, കാണണം. നമുക്ക് വിധിക്കാൻ അവകാശമില്ല. മറിച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കവരൊക്കെ ചിന്തിക്കാൻ പറ്റും. അവിടെ വചനം പറയുന്നത്, ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞ സത്യമാണെന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ യോഗ്യതയാൽ, വചനത്തെ വെളിച്ചത്താൽ മറ്റുള്ളവരെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. മറ്റൊന്നുമല്ല, ദൈവം എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കിക്കണ്ടത്. ഇപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഞാൻ നോക്കണം. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മക്കൾ, എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന മക്കൾ, ആരുമായിക്കൊള്ളട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണിലൂടെ അവരെ നോക്കരുത്, വിധിക്കരുത്. മറിച്ച് വചനത്തിലൂടെ നോക്കണം, പരിശോധിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ. പ്രിയമുള്ളവരെ, മുൻവിധിയോടുകൂടെ ആരും നോക്കാതെ, ആരും വിധിക്കാതെ, അവരാരെന്ന് തിരിച്ചറിയുന്നത് അവരുടെ പ്രവൃത്തിയാണെങ്കിൽ, നമുക്കറിയാം, ഹൃദയത്തിൻ്റെ നിറവെന്ന് അധരം സംസാരിക്കുന്നുവെങ്കിൽ അവരുടെ സംസാരത്തിലൂടെ ഹൃദയത്തെ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവവചനത്തിൻ്റെ യോഗ്യതയാൽ, ദൈവവചനത്തെ ശക്തിയാൽ നമുക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കരുത്. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മക്കൾക്കും ഈ ഒരു കൃപയും അനുഗ്രഹവും ദൈവം ഒന്ന് തരട്ടെ. അങ്ങനെ ആ ഒരു വചനത്തിൻ്റെ ശക്തിയാൽ നമുക്കങ്ങനെ ചിന്തിക്കാനും വിലയിരുത്താനൊക്കെ സാധിക്കുമെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. എങ്കിൽ അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
കർത്താവേ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ നീ കാത്തുരക്ഷിക്കണം. ഒപ്പം ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ആരെയും മുൻപതിയോട് വിധിക്കാതിരിക്കുവാൻ കർത്താവേ ഈ മക്കളെ സഹായിക്കണമേ. അതുപോലെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ എല്ലാവരും കാണുവാനും എല്ലാവരും നോക്കുവാനും ദൈവത്തിൻ്റെ മനോഭാവത്തോടെ എല്ലാവരും മനസ്സിലാക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, ഫലത്തിൽ നിന്നും വിഷത്തെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ ഞാൻ ആരെന്ന് പറയുന്നു, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്തകൾ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.